ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് ജെൽ ഫിൽട്രേഷൻ ആണ്. ജെൽ ഫിൽട്രേഷന് ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി, ജെൽ പെർമീഷൻ ക്രൊമാറ്റോഗ്രഫി, സൈസ് എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി, മോളിക്കുലർ എക്സ്ക്ലൂഷൻ ക്രൊമാറ്റോഗ്രഫി, മോളിക്കുലർ സീവ് ക്രൊമാറ്റോഗ്രഫി എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ദ മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ബേസ്ഡ് ഓൺ ദിയർ സൈസ്, therefore it is known as molecular sieve chromatography. സോ മറ്റുള്ള ക്രൊമാറ്റോഗ്രഫി എന്നൊക്കെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോളിക്കുലർ സൈസിൻ്റെ ബേസിലാണ് നമ്മൾ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രൊമാറ്റോഗ്രഫീനെ നമ്മൾ മോളിക്കുലർ സീവ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. സ്മോളർ മോളിക്യൂൾ പെനിട്രേറ്റ് ദ ജെൽ ഡിപ്പെൻഡിങ് ഓൺ സൈസ് ആൻഡ് ഷേപ്പ്. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഡയഗ്രാം നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ മിക്സർ ഓഫ് കോമ്പൗണ്ട് ടു ബി സെപ്പറേറ്റഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് ക്രൊമാറ്റോഗ്രഫി കോളം. ഈ ക്രൊമാറ്റോഗ്രഫി കോളത്തിൽ മിക്സ്ഡ് ഓഫ് കോമ്പൗണ്ട് ടു ബി സെപ്പറേറ്റഡ് നമ്മൾ പാസ് ചെയ്തു. ഈ കോളത്തിൽ എന്തുണ്ട്? ജെൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ ഈ ഒരു മിക്സ്ചറിൽ സ്മോളർ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ലാർജർ പാർട്ടിക്കിൾസും പ്രസൻ്റ് ആയിരിക്കും. അപ്പം സ്മോളർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഇത് ജെൽസിൻ്റെ അകത്തേക്ക് പാസ് ചെയ്തും, അതായത് പോഴ്സിലേക്കൊക്കെ പാസ് ചെയ്തിട്ട് ഈ ജെല്ലിലേക്ക് എൻ്റർ ചെയ്യും. ആൻഡ് ഈ ലാർജർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അത് ഇതിലൂടെ ഈ വോയിഡ് സ്പേസിലൂടെ പാസ് ചെയ്തിട്ട് പോകും. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ കാണിക്കുന്നത്. അതായത് പാർട്ടിക്കിൾസ് ജെല്ലിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നതും അതേപോലെ തന്നെ പാർട്ടിക്കിൾസ് വോയിഡിലൂടെ പാസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം ലാർജർ സൈസ്ഡ് മോളിക്കുലർ അല്ലെങ്കിൽ ഹൈ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു കോളത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ലോ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ സാവധാനം മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. സോ അതാണ് ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. സെപ്പറേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസിനെ നമ്മൾ എടുത്തു, അത് കോളത്തിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തു. കോളത്തിൽ ഓൾറെഡി ജെൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ജെല്ല് ഓൾറെഡി കോളത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിലേക്ക് നമ്മൾ ഈ ഒരു സോൾവെൻറ്റ് നമ്മൾ പാസ് ചെയ്തു. എന്നിട്ട് ഈ സോൾവെൻറ്റ് ഈ സോൾവെൻറ്റിലെ പാർട്ടിക്കിൾസ് സൈസിനനുസരിച്ചിട്ട് ഇതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Therefore leave the column on the decreasing order of the molecular size. Larger the size will leave the column first. വലിയ സൈസ് ആണെങ്കിൽ ആദ്യം തന്നെ കോളത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊബൈൽ ഫേസും സാമ്പിളും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ക്രൊമാറ്റോഗ്രഫിക് കോളം വരുന്നത്. എന്നിട്ട് അത് ഡിറ്റക്ടറിലൂടെ പാസ് ചെയ്യും. ആൻഡ് ഇത് നമുക്ക് റീഡ് ഔട്ട് ഡിവൈസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ടോട്ടൽ വോളിയം VT വിൽ ബി ഈക്വൽ ടു VG പ്ലസ് VM പ്ലസ് VS ആയിരിക്കും. സോ VG ഇൻഡിക്കേറ്റ് വോളിയം ഒക്യുപ്പൈഡ് ബൈ സോളിഡ് മെട്രിക്സ് ആണ്. ഓക്കെ, VM എന്ന് പറഞ്ഞാൽ വോയിഡ് വോളിയം ഓഫ് മൊബൈൽ ഫേസ്. മൊബൈൽ ഫേസിന് വോയിഡ് വോളിയം ആണ്. ആൻഡ് VS എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് സോളിഡ് ഇൻ പോഴ്സ്. സോ ഈ ഒരു ഇക്വേഷൻ ആലോചിച്ച് വെക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ഓഫ് ജെൽ ഫിൽട്രേഷൻ ടെക്നിക്. സോ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ളൊരു 5 അഡ്വാൻറ്റേജ് നോക്കി വെക്കാം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, സാമ്പിൾ ലോസ് കുറവായിരിക്കും, അതുകൊണ്ട് ലെസ് ടൈം ആയിരിക്കും, ലെസ് ടൈം കൺസ്യൂമിങ് അല്ല, വെൽ ഡിഫൈൻഡ് പ്രോസസ് ആണ്, വെൽ ഡിഫൈൻഡ് സെപ്പറേഷൻ ആണ്, ലിറ്റിൽ എക്യുപ്മെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെന്താണ്, ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ സൈസിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാണ്ട് കുറേ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്ന ഒരു 5 അഡ്വാൻറ്റേജസ് എടുക്കാം. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആണ് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ജെൽ ലൈക്ക് ഡെക്സ്ട്രാൻ, അഗാറോസ്, പോളിഅക്രിലമൈഡ് ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേഷനറി ഫേസിൽ യൂസ് ചെയ്യുന്നത്. അത് കോളത്തിലായിരിക്കും ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. എക്സാമ്പിൾ സെഫർഡെക്സ് G75 ഒക്കെ. ഇനി മൊബൈൽ ഫേസിൽ ബഫേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബഫേഴ്സ് ലൈക്ക് അമോണിയം അസറ്റേറ്റ്, അമോണിയം ബൈകാർബണേറ്റ്, അങ്ങനത്തെ ബഫേഴ്സ് ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് എല്യൂഷൻ, collected as fraction like in column chromatography for preparative separation. ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ UV അബ്സോർബൻസ് ഡിറ്റക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഡിറ്റക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. എല്യൂഷൻ വോളിയം അതേപോലെ തന്നെ മോളിക്കുലർ വെയിറ്റും വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വെക്കാം നമുക്ക്. ഇനി പ്രൊസീജിയർ എന്ന് പറഞ്ഞ സമയത്ത് ആദ്യം പ്രിപ്പറേഷൻ ഓഫ് കോളം. ദ റിക്വയർഡ് സ്റ്റേഷനറി ഫേസ് പോറസ് ബീഡ് ഇൻ ദ ഫോം ഓഫ് പൗഡർ ആർ മെയ്ഡ് ഇൻ ടു സ്ലറി. അതായത് നമ്മുടെ സ്റ്റേഷനറി ഫേസ് മൊബൈൽ ഫേസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്ലറി പോലെ മാറ്റും. ചിലപ്പം ഇങ്ങനെ സ്ലറി ഉണ്ടാക്കണമെങ്കിൽ ഹീറ്റിംഗ് ആവശ്യം വരും.
അതായത് എന്ത് ടൈപ്പ് ജെല്ലാണ് ഫോം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബേസിസിൽ ചിലപ്പോൾ ഹീറ്റിംഗ് ആവശ്യമായിരിക്കും. ഓക്കെ, ഇനി ആഫ്റ്റർ സം ടൈം ദി കോളം മേഡ് അപ്പ് ഓഫ് ഗ്ലാസ് ഓർ ഇനേർട്ട് മെറ്റൽ ഇസ് ഫിൽഡ് ടു ഗെറ്റ് എ പാക്ഡ് ബെഡ് ഓഫ് ജെൽ. അതായത് ആഫ്റ്റർ കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ജെല്ല് ഈ ഒരു കോളത്തിലേക്ക് ഫില്ല് ചെയ്യുക ചെയ്യേണ്ടത്. കോളത്തിൻ്റെ സൈസിന് 10 to 60 സെൻറ്റിമീറ്റർ ആയിരിക്കും കോളത്തിൻ്റെ സൈസ്. അടുത്തത് വാഷിംഗ് ഓഫ് ദി കോളം. ഈ പാക്ഡ് ബെഡ് ഇസ് ഇക്വിലിബ്രേറ്റഡ് വിത്ത് ബഫർ വിച്ച് ഫിൽ ദി പോർസ് ഇൻ ദ ബീഡ്സ് ആസ് വെൽ ആസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ബീഡ്സ്. ഒന്നെങ്കിൽ അത് പോർട്സിലായിരിക്കും ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അത് വോയിഡ് സ്പേസിൽ ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് പാക്ഡ് ബെഡ് കോളം ഇസ് റെഡി ഫോർ സെപ്പറേഷൻ. ഓക്കെ, ഓൾദോ ബഫർ ഇസ് നോട്ട് റിക്വയർഡ് ടു ഇംപ്രൂവ് റിസൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യേണ്ട ബഫറിൻ്റെ ആവശ്യമില്ല, ബട്ട് ബഫർ ഇസ് യൂസ് അറ്റ് ദി എൻഡ് ഓഫ് സെപ്പറേഷൻ ടു റിമൂവ് എനി മോളിക്യൂൾ വിച്ച് ആർ പ്രസന്റ് ഇൻ ദ കോളം ടു ഫെസിലിറ്റേറ്റ് നെക്സ്റ്റ് സെപ്പറേഷൻ. ലോഡിംഗ് ഓഫ് സാമ്പിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ സാമ്പിൾ ലോഡ് ചെയ്യുക. ആദ്യം നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ കോളം പ്രിപ്പയർ ചെയ്തു, ആൻഡ് സെക്കൻഡ് വൺ വാഷിംഗ് ഓഫ് ദി കോളമാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പിൾ ലോഡ് ചെയ്തു. ഇനി എല്യൂഷൻ യൂസിങ് മൊബൈൽ ഫേസ്. എല്യൂഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബഫറാണ്. ഡിറ്റക്ഷൻ ഓഫ് കോമ്പൗണ്ട്. സോ ഡിറ്റക്ഷന് വേണ്ടി നേരത്തെ നമ്മൾ പറഞ്ഞു UV അബ്സോർബൻസ് ഡിറ്റക്ടറാണ് യൂസ് ചെയ്യണത്. ഓക്കെ, ഡിറ്റക്ഷൻ്റെ കാര്യം പറയാം. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിസൊല്യൂഷൻ ഇൻ ജെൽ ഫിൽട്രേഷൻ ആണ്. സോ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ, ഒരു സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തെല്ലാം സാമ്പിളിൻ്റെ വോളിയം ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ അടുത്താണ് റേഷ്യോ ഓഫ് സാമ്പിൾ വോളിയം ടു കോളം വോളിയം. ഈ സാമ്പിൾ ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്, കോളത്തിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പം കോളം വോളിയം ഒരു ഫാക്ടർ ആയിരിക്കും, അതായത് റേഷ്യോ ഓഫ് സാമ്പിൾ വോളിയം ടു കോളം വോളിയം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് സാമ്പിൾ വോളിയത്തിൻ്റെ കാര്യം, രണ്ടെണ്ണം പറഞ്ഞു. ഇനി അടുത്തത് മൊബൈൽ ഫേസ്. അപ്പോൾ കോളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, മൊബൈൽ ഫേസ് ഉണ്ട്. അപ്പം മൊബൈൽ ഫേസിൻ്റെ ഫ്ലോ റേറ്റ് ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ ഈ മൊബൈൽ ഫേസ് എവിടെയാണുള്ളത്, കോളത്തിൽ. അപ്പോൾ കോളത്തിന് ഡയമെൻഷൻ അല്ലേ, കോളത്തിൻ്റെ ഡയമെൻഷൻ ഒരു ഫാക്ടർ ആയിരിക്കും. അടുത്തത് പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പാർട്ടിക്കിൾസിൻ്റെ സൈസ്. അടുത്തത് പാക്കിംഗ് ഡെൻസിറ്റി, പിന്നെ പോർ സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ, അതേപോലെ തന്നെ വിസ്കോസിറ്റി ഓഫ് ദ സാമ്പിൾ ആൻഡ് ബഫർ. സോ നിങ്ങൾക്ക് ആ കോളത്തിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് തന്നെ ഈ എല്ലാ പോയിന്റ്സും എഴുതാൻ പറ്റും.